അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം വേടന്റെ ആരാധകരെ സത്യത്തിൽ നന്നായിട്ട് കൊള്ളും എന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പം നിങ്ങൾ എന്നെ 4 പൊങ്കാല ഇടും എന്നുള്ള കാര്യം എനിക്കറിയാം. ഹായ് എവരി വൺ. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ പെൺകുട്ടിയാണ്. അതായത് വേടനെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളാണ് ഇന്നലെ ഇവർ പറഞ്ഞത്. 15 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ഇവരുടെ യൂട്യൂബ് ചാനലിൽ ഇന്നലെ അപ്ലോഡ് ചെയ്യുകയാണ്. ഞാനത് മുഴുവനായിട്ടും കുത്തിരുന്ന് കണ്ട് എന്തെങ്കിലും വേടൻ ചെയ്ത വൃത്തികേട് എന്തെങ്കിലും എവിടെയെങ്കിലും പറയുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഫുള്ളായി കണ്ടു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ആദ്യ സെക്കൻഡ് മുതൽ അവസാനം വരെ ഇവർ ഇല്ലാത്ത കാര്യമാണ് വിളിച്ചു പറയുന്നത്. എന്തൊക്കെ രീതിയിൽ വിഷമാണ് ഇവർ തുപ്പുന്നത്. 2 കാര്യം ഞാൻ പറയുകയാണ്. അതായത് ഒന്നാമത്തെ കാര്യം, ഇവർ ഇത് അറിവില്ലാതെ ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയില്ല. രണ്ടാമത്തെ കാര്യം, ഇവർ ഇത് അറിഞ്ഞിട്ട് നമ്മുടെ കേരളത്തിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഏതായാലും ഇവർ പറയുന്ന കാര്യങ്ങൾ ഇവിടെ സൈഡിൽ വെച്ചുകൊണ്ട് തെളിവും വെച്ചുകൊണ്ട് ഞാൻ പൊളിക്കുകയാണ്. അതായത് ഇവർ വേടനെതിരെ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം ഞാൻ അതിനെ എൻ്റെ കയ്യിലുള്ള തെളിവ് വെച്ച് ഞാൻ പൊളിക്കാൻ പോവുകയാണ്. അപ്പോൾ ഏതായാലും ഇവർ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഓക്കെ. വേടൻ അദ്ദേഹത്തിന്റെ വരികളിലൂടെ പറയുന്ന ജാതീയത നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ഈ ഒരു കറന്റ് സൊസൈറ്റി എവിടെയാണ് അയാൾ കാണുന്നത്? അതിനൊരു മറുപടി അയാളുടെ ഒരു വരികളിൽ നിന്നും വ്യക്തമല്ല. വേറൊന്നും കൊണ്ടല്ല, നമ്മളിപ്പോ ജീവിക്കുന്നത് 2025-ലാണ്. അതായത് ഒരു നെറ്റ്വർക്ക് സൊസൈറ്റി എന്നൊക്കെ പറയാം. അതായത് ടെക്നോളജി അധികമായിട്ടുള്ള, എല്ലാവർക്കും തുല്യമുള്ള. പിന്നെ എവിടെയാണ് വേടൻ കാണുന്ന ജാതീയത? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കാണുന്നില്ല, ഭക്ഷണങ്ങളിൽ കാണുന്നില്ല, ഊട്ടുപന്തികളിൽ കാണുന്നില്ല. എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഒരു കല്യാണപ്പുരയിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കാണുന്നില്ല, സിനിമകളിൽ കാണുന്നില്ല, എവിടെയും കാണുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് വേടനെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. എൻ്റെ പൊന്നു സഹോദരി, നിങ്ങൾക്ക് അറിവില്ലാതെയാണോ നിങ്ങൾ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല. അഥവാ നിങ്ങൾക്ക് അറിഞ്ഞിട്ടും കലാപം ഉണ്ടാക്കാനാണോ നിങ്ങൾ ഇത് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഏതായാലും ഞാൻ ഇതിനെ പൊളിക്കാൻ പോവുകയാണ്. സഹോദരി പറയുകയാണ് ഇവിടെ ജാത്യത ഇല്ല, എല്ലാവരും തുല്യരാണ്, വെറുതെ വേടൻ അങ്ങനെ പറയുന്നു എന്നാണ് ഈ സഹോദരി പറയുന്നത്. അപ്പോൾ ഞാനൊരു വീഡിയോ ക്ലിപ്പും കൂടി ഇവിടെ വെക്കാം. സഹോദരി നല്ല രീതിയിൽ അതിനെ കേൾക്കണമെന്ന് ഞാൻ പറയുകയാണ്. അനുഭവങ്ങളുമായി കോഴിക്കോട് മേപ്പയ്യൂർ പുലപ്രക്കുന്ന് കോളനി നിവാസികൾ സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ ജാതിപ്പേര് വിളിച്ച് അപമാനിക്കുന്നതായും പറയ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പ്രത്യേക ബെഞ്ചുകളിലാണ് ഇരിക്കുന്നത് എന്നും കോളനി നിവാസികൾ ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. വിവാഹം തുടങ്ങി സാമൂഹ്യ ചടങ്ങുകളിലും വിവേചനം നേരിടുകയാണ് എന്ന് കോളനി നിവാസികൾ പറയുന്നു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കോഴിക്കോട് നഗരത്തിൽ നിന്നും 35 കിലോമീറ്റർ അകലെ മേപ്പയ്യൂർ ഗ്രാമപഞ്ചായത്തിലെ പുലപ്രക്കുന്ന് കോളനി. പറയി വിഭാഗത്തിൽപ്പെട്ട 10 കുടുംബങ്ങളിലായി 35ഓളം പേർ താമസിക്കുന്നു. ഇവർക്ക് പറയാനുള്ളത് ജാതി വിവേചനത്തിന്റെ ഞെട്ടിക്കുന്ന കഥകളാണ്. ഞാളൊരു കല്യാണത്തിന് പോയിട്ടുണ്ടെങ്കിൽ ഞാളെ 2 ആൾ മാത്രം ഒരു ടേബിൾ മേൽ ഇരിക്കുകയായിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ഒരാൾ ആ ടേബിൾ മേൽ വന്നിരിക്കില്ല. ഞാൾ മാത്രം ഇരിക്കും. ഞങ്ങൾക്ക് പരമസുഖമായിട്ട് തിന്നാ, അല്ലാണ്ട് വേറെ ആരും ഇരിക്കില്ല. പറയറടുത്ത് അങ്ങനെ പോയി ഇരിക്കുക. ബസ്സിൽ പിന്നെ പോയാൽ ഞാളൊരു സീറ്റിൽ ഇരുന്നെങ്കിൽ ഞാളെ മുഖത്ത് നോക്കി ഏറ്റവും അങ്ങ് ഇടിച്ചു പോകും. അങ്ങനെ തന്നെ ഒരു സ്കൂൾ മീറ്റിംഗ് ഉണ്ടെങ്കിലും പിന്നെ ഞാൾ സ്കൂൾ മീറ്റിങ്ങിന് പോയാലും ഞങ്ങളൊരു ബെഞ്ചിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇനി ആ ബെഞ്ചിൽ ആരും ഇരിക്കുകയില്ല. സ്കൂളുകളിലും പറയ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിവേചനം നേരിടേണ്ടി വരുന്നു. ഞങ്ങളെ കുട്ടികളെ സ്കൂൾ പറഞ്ഞാക്കിയാൽ ഒരു ബേക്കിലത്തെ ബെഞ്ചിലാണ് ഇരുത്തുക. അതന്നെ കുട്ടികൾ അടുത്തിരിക്കൂല. ജാതിപ്പേര് പറഞ്ഞ് അവഹേളിക്കുമ്പോൾ നേരിടുന്ന ഹൃദയവേദനയും കോളനി നിവാസികൾ പങ്കുവച്ചു. സ്കൂള് മക്കൾ പോയാലും അതും അങ്ങനെ തന്നെ. പിന്നെ അല്ലെങ്കിൽ റോഡിൽ കൂടി ഞാളൊക്കെ പോകുമ്പോൾ ചെറിയ മക്കളെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും അതാ പോന്ന പോലെ അങ്ങ് പിടിച്ചു കൊണ്ടുപോകും. 1974 പറയി വിഭാഗത്തിന് പതിച്ചു കിട്ടിയ ഭൂമിയിലാണ് ഇവർ താമസിക്കുന്നത്. 2 കുടുംബങ്ങൾക്കൊഴികെ ആർക്കും പട്ടയം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സർക്കാർ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നുമില്ല. ആധുനിക കേരളത്തിലാണ് ഒരു മനുഷ്യ സമൂഹം. ആ സഹോദരി ഈ വീഡിയോ കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ ഇപ്പോൾ എന്താണ് നടക്കുന്നതെന്ന്. ആ പെൺകുട്ടി എന്താണ് നേരത്തെ പറഞ്ഞത്? ഒന്നുമില്ല, ഇവിടെ ജാത്യത എന്ന് പറയുന്ന സാധനമേ ഇല്ല, എല്ലാവരും തുല്യരാണെന്ന്. ഈ വീഡിയോ ക്ലിപ്പ് ആ പെൺകുട്ടി കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഇല്ലാത്ത കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചു കൊടുക്കാൻ പാടില്ല. ഒന്നെങ്കിൽ ഒരു കോണ്ടന്റിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കുറച്ച് പഠിക്കണം. അല്ലാതെ ഞാനൊരു സംഗീത് ചാനൽ നടത്തുന്നു, അല്ലെങ്കിൽ ഞാനൊരു സുഡാപ്പി ചാനൽ നടത്തുന്നു, അത് ഇപ്പോൾ ഈ പെൺകുട്ടി അതായത് റിച്ചിന് വേണ്ടി ചിലപ്പോൾ ഒരു സംഗീത് ചാനലായി മാറ്റാം, ഈ മറുനാടനെ പോലെ ഒരു സംഗീത് ചാനലായി മാറ്റാമെന്ന് വിചാരിച്ചിട്ടായിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ പറയുന്നത്. വിവരമുള്ളവർക്കറിയാം ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ.
എന്തായാലും ഈ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ ഞാനിവിടെ പൊളിക്കുകയാണ്. എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ഈ പെൺകുട്ടി. ഞാൻ ചെറിയൊരു അംശത്തിന് മാത്രമാണ് ഇന്ന് റീപ്ലൈ കൊടുത്തത്, എൻ്റെ സമയമില്ലാത്തത് കൊണ്ട്. അപ്പോൾ ഈ പെൺകുട്ടിയോട് എനിക്ക് പറയാനുള്ളത്, അറിവുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ പ്രചരിപ്പിക്കുക. ഇല്ലാത്ത കാര്യം എന്തിന് നിങ്ങൾ പ്രചരിപ്പിക്കുന്നു? അതായത് ആ വീഡിയോ കാണുന്ന, ഉദാഹരണം ഞാൻ പറയുകയാണ്, ആ വീഡിയോ ഇപ്പോൾ 10,000 ആൾക്കാർ കണ്ടു നിങ്ങൾ വിചാരിക്കുക. നമ്മളെപ്പോലെ ബുദ്ധിയുള്ളവർക്കറിയും ഇവർ പറയുന്നത് പച്ച നുണയാണെന്ന്. ബാക്കിയുള്ള, അതായത് 80% വരുന്ന പ്രേക്ഷകർ എന്താണ് വിചാരിക്കുന്നത്? ശരിയെന്നാണ് വിചാരിക്കുന്നത്. എന്തിനാണ് സമൂഹത്തിന് മുമ്പിൽ തെറ്റായ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ച് പറയുന്നത്? അപ്പോൾ ഞാൻ ഏതായാലും നിങ്ങൾക്ക് മുമ്പിൽ ഇതിൻ്റെ പ്രൂഫ് സഹിതം വെച്ചു. അപ്പോൾ എൻ്റെ ഭാഗം തെറ്റാണെന്ന് ഈ സ്ത്രീക്ക് തോന്നിയാൽ ഒന്നും കൂടി ആ സ്ത്രീയും കൂടി വീഡിയോ ചെയ്താൽ എൻ്റെ ഭാഗം കൂടി ഞാൻ ക്ലിയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഏതായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.